ലോകത്തിൻ്റെ എവിടെ ഇരിക്കുന്ന മലയാളിക്ക് അഭിമാനത്തോടെ പറഞ്ഞൂടെ, തൻ്റെ നാട്ടിൽ പട്ടിണി കിടക്കുന്നവരില്ല, വിശന്നിരിക്കുന്ന ആളുകളില്ല. ഇപ്പം അതിദാരിദ്ര്യ മുക്ത കേരളം എന്നുള്ളത് വളരെ വലിയൊരു ടാഗ് ലൈനാണ്. അതിന് ഈ പറയുന്നത് പോലെ നമ്മുടെ വകുപ്പിന് വളരെ പ്രാധാന്യമുണ്ട്. നമ്മുടെ വകുപ്പിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതിനെക്കുറിച്ചിട്ട് എങ്ങനെയാണ്? അതിദാരിദ്ര്യമുക്തമായ നാടെന്ന് പറയാൻ നമ്മൾ അഭിമാനത്തോടെയല്ലേ പറയുന്നത്. ലോകത്തിൻ്റെ എവിടെ ഇരിക്കുന്ന മലയാളിക്ക് അഭിമാനത്തോടെ പറഞ്ഞൂടെ, തൻ്റെ നാട്ടിൽ പട്ടിണി കിടക്കുന്നവരില്ല, വിശന്നിരിക്കുന്ന ആളുകളില്ല, വീടില്ലാത്തവരില്ല, സ്കൂളിൽ പോകാത്ത കുട്ടികളുള്ള വീടില്ല, പ്രാഥമിക സൗകര്യങ്ങളില്ലാത്ത വീടില്ല എന്ന് പറയുക എന്ന് പറഞ്ഞാൽ മലയാളിക്ക് ഇതിലപ്പുറം അഭിമാനം എന്താ? അത് നമ്മളെന്താ കാണാത്തത്? തീർച്ചയായിട്ടും. അതിദരിദ്രമില്ലാത്തതെന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു കുടുംബത്തെ, ദാരിദ്ര്യ അവസ്ഥയിലുള്ളൊരു കുടുംബത്തെ കണ്ടുപിടിച്ചിട്ട് ഇതാ എല്ലാം ആയില്ല എന്ന് കാണിക്കാൻ വേണമെങ്കിൽ എളുപ്പം. പക്ഷേ അതല്ല. ആ ഒരു സിറ്റുവേഷൻ കേരളത്തിൽ മാറ്റിയെടുത്ത് എങ്ങനെ 4 വർഷം അവരെ കണ്ടെത്തി, അവരിലെ ക്ലേശഘടകങ്ങൾ മനസ്സിലാക്കി, അതിനനുസരിച്ച് പ്രോഗ്രാം ഉണ്ടാക്കി, ആ പ്രോഗ്രാമുകൾ ഒന്നൊന്നായി ആ വീട്ടിൽ അപ്ലൈ ചെയ്യിച്ച് അതിലൂടെ അവരുടെ സാമൂഹ്യ അന്തരീക്ഷം മാറ്റിയില്ലേ? 64,000 കുടുംബങ്ങൾ മാറ്റി. എനിക്ക് നേരിട്ടറിയാം 7,000-ൽ പരം കുടുംബങ്ങൾക്ക് റേഷൻ കാർഡ് പോലും ഇല്ലായിരുന്നു. അവർക്ക് പൂർണ്ണമായിട്ടും AAY മഞ്ഞ നിറ കാർഡ് പത്തനംതിട്ട വെച്ചാണ് മുഖ്യമന്ത്രി കൊടുത്തത്. റേഷൻ കാർഡില്ലാത്ത, ആധാർ കാർഡില്ലാത്ത, അടിസ്ഥാന രേഖകളൊന്നുമില്ലാത്ത എത്രയോ കുടുംബങ്ങളുണ്ടായിരുന്നു. ആ കുടുംബങ്ങളുടെ ആ അവസ്ഥ മാറ്റിയെടുത്തില്ലേ? ഇനി ഏതെങ്കിലും ഒന്നും ഉണ്ടായേക്കാം. ആ ഉണ്ടായാൽ നമ്മൾ കണ്ടെത്തി ശ്രദ്ധയെ കൊണ്ടുവന്ന് പരിഹരിക്കണം. അതല്ലാതെ അത് പരാജയപ്പെട്ടു പോയി എന്ന് സ്ഥാപിക്കാൻ ചിലർ നടത്തുന്നത് അത് എന്തിനോടുമുള്ള അവരുടെ ഒരു ശത്രുതാ മനോഭാവം.